നമസ്കാരം. ഹാർഡ് ഫാർമർ ചാനലിൽ ഇന്നൊരു ക്രൈം സ്റ്റോറിയാണ്. 2009 നവംബർ 9 ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് എന്ന ഗ്രാമത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമുണ്ടായി. അവിടുത്തെ ആഡംബര ബംഗ്ലാവായ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടു. പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരുന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം. ദീർഘകാലം അമേരിക്കയിലായിരുന്ന അദ്ദേഹത്തിനൊരു മകനുണ്ട്. ബുദ്ധിസ്ഥിരതയില്ലാത്ത മകനാണ്. മകനൊപ്പം ഭാര്യ ഷെറിൻ എന്ന യുവതിയും. നിർധന കുടുംബത്തിൽ നിന്നും മകനെ നോക്കാൻ വേണ്ടി വിവാഹം കഴിപ്പിച്ചതായിരുന്നു. പിന്നീട് ഷെറിനെ ഇദ്ദേഹം അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മോഷണക്കേസിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഷെറിൻ പിടിക്കപ്പെടുകയും ശേഷം ഭാസ്കര കാർണവർ ഇവരെ നാട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ ഷെറിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഭാസ്കര കാർണവർക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ദുർനടപ്പുകാരിയാണ് ഷെറിൻ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പല തെളിവുകളും ലഭിക്കുകയുണ്ടായി. തുടർന്ന് ഷെറിനോടുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷം ഷെറിന്റെയും മകന്റെയും പേരിൽ എഴുതിയ വിൽപത്രം അദ്ദേഹം തിരിച്ചെഴുതുകയും പുതിയ വിൽപത്രം തയ്യാറാക്കുകയും ചെയ്തു. ഇത് ഷെറിനിൽ വലിയ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കി. ഇതും ഒരു കാരണമായിരുന്നു ഷെറിന് ഭാസ്കര കാർണവരോട് വിദ്വേഷം ഉണ്ടാകാൻ. ഒരേ സമയം നിരവധി കാമുകന്മാർ എന്ന രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളും ഷെറിനുണ്ടായിരുന്നു എന്നാണ് കേസ് അന്വേഷിച്ച പോലീസ് പറയുന്നത്. ക്രൈമും സെക്സും എല്ലാം നിറഞ്ഞ ഒരു വലിയ കഥ തന്നെയാണ് ഷെറിന്റേത്. പിന്നീട് ഷെറിനെ കുറിച്ച് കേട്ട കാര്യങ്ങളെല്ലാം ഞെട്ടിക്കുന്ന കഥകളായിരുന്നു. കാമുകന്മാരുടെ സഹായത്തോടെയാണ് ഷെറിൻ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയതെന്നാണ് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം. കൊല നടക്കുമ്പോൾ വീട്ടിൽ ഷെറിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീടിന്റെ മുകളിലുള്ള ജനാല വഴി മോഷ്ടാവ് എത്താനാണ് സാധ്യത എന്നും മോഷണം നടത്തുന്നതിനിടയിൽ സംഭവിച്ച മരണമായി ഇതിനെ വരുത്തി തീർക്കുകയായിരുന്നു ഷെറിൻ. ഭാസ്കര കാർണവരുടെ വീട് എന്ന് പറഞ്ഞാൽ എല്ലാ സാങ്കേതിക വിദ്യകളും സുരക്ഷകളും ഉറപ്പാക്കിയിരുന്ന ഒരു വീടായിരുന്നു. മാത്രമല്ല നായകളും ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട അന്ന് ആ വീട്ടിൽ നായകൾ കുരച്ചില്ല. ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളും പോലീസിന് ഷെറിനെ അടുത്തെത്താൻ സഹായിച്ചു. ഒരാളുടെ സഹായമില്ലാതെ പുറത്തു നിന്ന ഒരാൾക്ക് വീടിനുള്ളിലേക്ക് കയറാൻ ഒരിക്കലും സാധിക്കില്ല. ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാമാണ് പോലീസിന് കൂടുതൽ ബലമേകിയത്. 2009 കാലഘട്ടങ്ങളിലൊന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നതിന് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഓർക്കൂട്ടായിരുന്നു. ഇതിൽ കൂടെയാണ് ഷെറിൻ തന്റെ കാമുകന്മാരെ പരിചയപ്പെട്ടത് എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. പലരെയും ഷെറിൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഭാസ്കര കാർണവരും ഷെറിനും തമ്മിൽ ദിവസേന വഴക്കുണ്ടാകാനുള്ള കാരണമായി. നാട്ടുകാർക്കിടയിലും ഇതൊരു പരസ്യമായ രഹസ്യമായിരുന്നു ഷെറിന്റെ ഈ വഴിവിട്ട ബന്ധം. ബാസിത് അലി, ഷാൻ റഷീദ്, നിധിൻ എന്നീ ആൺസുഹൃത്തുക്കൾ സ്ഥിരം സന്ദർശകരായിരുന്നു. ഭാസ്കര കാർണവരെ കൊല്ലാൻ പ്ലാൻ ഇട്ടതും ബാസിത് അലിയുമായി ചേർന്നെന്ന മറ്റൊരു വിവരം കൂടിയുണ്ട്. പക്ഷേ ബാസിത് അലി പോലീസിന് മൊഴി നൽകിയത് ഷെറിൻ തന്നെ കുടുക്കിയതാണെന്നാണ്. ഷെറിന്റെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചപ്പോഴാണ് ബാസിത് അലിയാണ് ഈ കൊലപാതകത്തിന്റെ സൂത്രധാരൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശദമായ ചോദ്യം ചെയ്യലിൽ 89 ദിവസത്തിനിടെ കുറ്റപത്രം നൽകി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം 14 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ഷെറിൻ പുറത്തിറങ്ങുകയാണെന്നാണ്. വനിതാ തടവുകാരിയാണെന്ന പരിഗണനയും ജയിലിലെ നല്ല നടപ്പ് എന്ന പരിഗണനയും കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ചത് ഷെറിനെ പുറത്തിറക്കാൻ. ജയിൽവാസത്തിൽ 14 വർഷത്തെ കാലയളവിൽ 22 തവണയാണ് 6 വർഷത്തിനിടെ 444 ദിവസത്തെ പരോൾ ഷെറിന് ലഭിച്ചിട്ടുണ്ട്. ഷെറിന് ജയിലിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു എന്ന് സഹതടവുകാരി തളിക്കുളം സ്വദേശി സുനിതയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. അന്നത്തെ ജയിൽ DGP പ്രദീപുമായി ഷെറിന് വഴിവിട്ട ബന്ധവും ഉണ്ടായിരുന്നു. സെൻകുമാർ DGP ആയിരിക്കെ പരാതി നൽകിയെങ്കിലും ഭീഷണിപ്പെടുത്തുകയായിരുന്നാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഷെറിന് ജയിലിനുള്ളിൽ എത്രത്തോളം പരിഗണന ലഭിച്ചിട്ടുണ്ടെന്ന്. ഷെറിൻ പുറത്തു വരുമ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. യുവതി കാമുകന്മാർക്കൊപ്പം നടത്തിയ കൊലപാതകം, 14 വർഷം അഴിക്കുള്ളിൽ, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സന്തോഷകരമായ ജീവിതം, നല്ല ഭക്ഷണം, നല്ല താമസം, പരോൾ ആവശ്യത്തിനും. ഒരിക്കൽ കേരളം ഞെട്ടിത്തെരിച്ച ഒരു കൊലപാതകം. എന്തുകൊണ്ടിങ്ങനെ? മാവേലിക്കര അഡീഷണൽ സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചിരുന്നത്. അത് പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. ഇതിനെ തടവ് ശിക്ഷ എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇത്രയും ആനുകൂല്യത്തോടെ
ജയിലിൽ കഴിഞ്ഞവളെ എങ്ങനെ നമുക്ക് തടവ് ശിക്ഷയിലായിരുന്നു എന്ന് പറയാൻ സാധിക്കും? ഒടുവിൽ അവൾക്ക് പുറത്തിറങ്ങാനുള്ള വഴിയും തെളിഞ്ഞിരിക്കുന്നു. അതെ, ഷെറിൻ എന്ന മനുഷ്യമൃഗമായ മറ്റൊരു കൊലപാതകി കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഹാർഡ് ഫാർമർ ചാനലിന് വേണ്ടി ക്രൈം സ്റ്റോറി വായിച്ചത് സബന ഉവൈസ്. ശ്രവിച്ചതിന് നന്ദി.